ഹായ് ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ കുറേ ദിവസത്തിന് ശേഷം, അതായത് ഏകദേശം ഒരു മാസത്തിന് ശേഷം ജിമ്മിൽ പോകുന്നതാണ് ഗേയ്സ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ, വൈകുന്നേരം ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് റോഡിലൊന്നും ഒരു തിരക്കും ഇല്ല കേട്ടോ. എല്ലാവരും എവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വരുവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുന്നു, ഒരു 21 ഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇറ്റ് ഈസ് എ ഫ്രീ കോഴ്സ് പോലെയൊക്കെ തന്നെയാണ്. എന്നാൽ എനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്നാലും നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഗെറ്റ് ഫിറ്റ് വിത്ത് മീ എന്നും പറഞ്ഞിട്ട് നമുക്കൊരു 21 ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താ പറയുന്നു ഗൈസ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിനെക്കുറിച്ച് ഞാൻ പോയി അങ്ങോട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിം കേട്ടോ, നമ്മുടെ സൂപ്പർ ജിം അണ്ടർ കൾട്ടിഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ അകത്തോട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ഒരു മാസത്തിന് ശേഷം വരുന്നതുകൊണ്ടാണ് കേട്ടോ എന്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് സൈക്കിൾ വിട്ടാം. കാരണം ഈ സൈക്കിൾ വിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിൽ ചെയ്ത എൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടാകുന്ന എനിക്കറിയില്ല. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ കുറയും എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എനിക്കറിയത്തില്ല. കണ്ടോ ഗേസ്, നിങ്ങൾക്ക് എനിക്ക് എന്താണ് പണി കിട്ടിയതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആക്ച്വലി കണ്ടോ, എൻ്റെ മുഖത്തൊരു കുരു പോലും ഇല്ലായിരുന്ന കുരു. ഈ കുരുവാണ് ചെയ്യാനുള്ള ഫേസാണ് ക്വീസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മോന്തയിൽ വലിയ കുരുക്കളായി. ആ ട്രീറ്റ്മെൻറ്റ് എനിക്ക് പറ്റിയില്ല എന്ന് തോന്നുന്നു. അലർജിയാണോ അത് ഇനി ആ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബംസ് വരും, വിത്തിൻ 1 വീക്ക് അതങ്ങ് പൊയ്ക്കോളും എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ 2 ദിവസമായി, എന്നിട്ടും വലിയ മാറ്റവും പോക്കൊന്നും ഇല്ല. ചെറിയൊരു ഇച്ചിങ്ങുണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് സൈക്കിൾ ചവിട്ടി കേട്ടോ. 10 മിനിറ്റ് സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സ്പീഡിനൊക്കെ ചവിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ത്രെഡ്മില്ലിലോട്ട് ചവിട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ത്രെഡ്മില്ലിൽ വന്നപ്പോഴത്തേക്കും ഇതാണ് കേസ്, എൻ്റെ ഫേസ് കാണിക്കുന്നുണ്ടോ? ഫേസിൽ മൊത്തം ബംസായി. ത്രെഡ്മില്ലിൽ വന്നു. അവിടെ ഒരു 10-15 മിനിറ്റ് ത്രെഡ്മില്ലിൽ ഓടുക. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ വാഷ്റൂം കേസ്. അങ്ങനെ വാഷ്റൂമിൽ വന്നിട്ട് അപ്പോൾ അവിടെ ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റ്നസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഫുള്ള് നമുക്കതിൽ ഫുൾ വ്യൂസ് കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പം അവിടെ വാഷ്റൂമിൽ പോയി ആ ഒരു വീഡിയോയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഈ ഒരു മെഷീനുണ്ട് കേട്ടോ. ഇതിൽ കയറി കഴിഞ്ഞാൽ നല്ല കാലിന് വേണ്ടിയുള്ള എക്സർസൈസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതെടുത്ത് വെച്ചിട്ട് ചെയ്ത് ഭയങ്കര കാല് വേദനയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഗ് ഡേ എന്ന് പറഞ്ഞൊക്കെ എല്ലാവരൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് സാധനം എടുത്തിട്ട് അതിൻ്റെ ഒരു വെയിറ്റൊക്കെ, വലിയ വെയിറ്റ് ഒന്നുമില്ല, 5 കിലോ വെയിറ്റ് എടുത്തിട്ട്, 5ആണ് ഏറ്റവും കുറഞ്ഞത് ഗേസ്. അങ്ങനെ അതെടുത്തിട്ട് ഞാൻ അതിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മിറർ വീഡിയോയിൽ കാണുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ഇരുന്നാണ് ഗേസ് ചെയ്യുന്നത്. മസിലൊക്കെ പെരുവിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത കയറുന്ന ഈ ഒരു സാധനത്തിലാണ് കേട്ടോ. ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഉടുരാജമുഖി ആ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ കയറി നിന്ന് കറങ്ങണം. ഞാൻ കുറച്ച് നേരമൊക്കെ അതിൽ കയറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി. പക്ഷെ നല്ല രസമാണ് കേട്ടോ. അതിൽ കുറച്ച് നേരം കയറി നിന്ന് കറങ്ങിയൊക്കെ ചെയ്തു. ഒരു കണക്കിനൊക്കെ ഒരു പാർക്കിൽ പോകണ ഒരു ലാക്കമാണ് കേട്ടോ. പിന്നെ ഞാൻ വേറെ 2 മെഷീനുകൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എടുക്കാൻ വേണ്ടിയിട്ടേ വീഡിയോ എടുത്തു തരാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ഫേസ് ഒരു വല്ലാത്തതായി പോയിട്ടോ. ചെറിയൊരു ചൊറിച്ചിലും ഉണ്ട്. അങ്ങനെ ഞാൻ അതെടുത്ത് വെച്ച് ചൊറിഞ്ഞ് നിൽക്കുന്നതാണ് ഗേസ്. അപ്പോൾ ഈ ഫേസ് വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എക്സസൈസ് കഴിഞ്ഞ് നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഗേസ്. കണ്ടോ, നട്ടപ്പാതിരായി 9 മണി 9:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്രയ്ക്കാണ് പോയത്? 9:30 തിരിച്ചു വരിക. ഇനി ഇന്നത്തെ കാര്യം പോകുമല്ലേ കണ്ടറിയണം. അപ്പോൾ ടാറ്റ ബൈ ബൈ ഗേസ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.